ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് പാവയ്ക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാവയ്ക്ക വെച്ചുള്ള ഒരു ഉപ്പേരി റെസിപ്പിയാണ്. അതും തീരെ കയ്പില്ലാതെ പാവയ്ക്ക കൊണ്ട് നമുക്ക് എങ്ങനെ ഉപ്പേരി തയ്യാറാക്കിയെടുക്കുക എന്നുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഞാൻ അതിനായിട്ട് ഒരു പാവയ്ക്ക ഇവിടെ എടുത്തിട്ടുണ്ട്. ഒരു പാവയ്ക്ക ഒരു വലിയുള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പാവയ്ക്ക് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ പാവയ്ക്ക തീരെ കഴിക്കാത്തൊരു വ്യക്തിയായിരുന്നു കേട്ടോ. പാവയ്ക്ക ഉപ്പേരി വെച്ചാലൊന്നും ഞാൻ കഴിക്കാറില്ല, കയ്പ്പായതുകൊണ്ട്. എന്നാൽ ഇപ്പം ഞാൻ പാവയ്ക്ക കഴിക്കും കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് എൻ്റെ മൂത്തമ്മേൻ്റെ വീട്ടിൽ കൂടാൻ പോയ സമയത്ത് അവിടെ ചോറിൻ്റെ കൂടെ ഒരു ഉപ്പേരി എനിക്ക് തന്നു. എന്ത് ഉപ്പേരിയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് അവർ എന്താണെന്ന് പറഞ്ഞില്ല. എന്നോട് പറഞ്ഞ് നീ കഴിച്ചിട്ട് ഇതെന്താണെന്ന് പറയുന്നത്. പക്ഷേ അതെനിക്ക് എന്താണെന്ന് മനസ്സിലായില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്, എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവസാനം അവർ പറഞ്ഞത് കയ്പ്പുപ്പേരിയാണെന്ന്. അങ്ങനെ ഞാൻ അവിടുന്ന് ചോദിച്ച് വാങ്ങിയൊരു റെസിപ്പിയാണ് കേട്ടോ അത്. അപ്പോൾ കയ്പ്പാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല, തീരെ കയ്പ്പുണ്ടാവില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാൻ കയ്പ്പ നന്നായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ ഉള്ളിയും കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കുഞ്ഞായിട്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളകാണ് വേണ്ടത്. ഞാനിപ്പോൾ കാന്താരി മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് കുറച്ച് തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതും ഞാൻ ക്രഷ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചത് ഇതിൽ കാണിച്ചിട്ടില്ല കേട്ടോ, വീഡിയോ സ്കിപ്പായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്തിട്ട് നിങ്ങൾക്ക് കടുക് പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ പൊട്ടിക്കട്ടോ. ഞാൻ കടുക് ഇപ്പോൾ പൊട്ടിക്കുന്നില്ല. ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ച കയ്പ്പ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കയ്പ്പ ചേർത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അത് നമ്മൾ ഇതുണ്ടാക്കുന്ന സമയത്ത് കൈവിടാതെ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിത് ഒരിക്കലും അടുപ്പത്ത് വെച്ച് പോകാനായിട്ട് പാടില്ല. അങ്ങനെ വരുമ്പോൾ ഇത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിതിൻ്റെ അടുത്ത് തന്നെ നിന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്കിത് നിലടുപ്പിൽ വെച്ച് ചെയ്തെടുക്കാം കേട്ടോ. ചേരി വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത് എളുപ്പമാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അരിഞ്ഞെടുക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ അത്രയും ചെറുതായിട്ട് കനം കുറച്ച് വേണം കയ്പ്പ അരിഞ്ഞെടുക്കാനായിട്ട്. എന്നാലേ നമുക്കിത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഞാൻ ഉള്ളി കൂടി ചേർക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വാടി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് ടൈമിലേക്ക് ഇതൊന്ന് മൂടി വെക്കട്ടോ. എന്നിട്ട് നമ്മൾ അതിന് അടുത്ത് നിന്ന് മാറാനായിട്ട് പാടില്ല. കുറച്ച് മൂടി വെച്ച് അതൊന്ന് വെന്തതിന് ശേഷം മൂടി മാറ്റിയിട്ട് നമുക്ക് വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുന്നുണ്ട്. വീണ്ടും മൂടി എടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിന് ശേഷം നമുക്കിനി ഇതിനൊന്ന് ടേസ്റ്റ് കൂട്ടാനായിട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഏകദേശം എല്ലാം നന്നായിട്ട് വഴന്ന് വന്നൊരു സമയമാവും. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഇതിൽ ചേർക്കാതെയാണ് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഉപ്പേരിക്ക് അത്രയും ടേസ്റ്റ് ഉള്ളതും. അപ്പോൾ മക്കൾ പോലും കഴിക്കട്ടോ. തീരെ കയ്പില്ലാതെയാണ് ഈ ഒരു ഉപ്പേരി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. നന്നായിട്ട് വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഞാൻ ഒരു ഭംഗി കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങയും പച്ചമുളകും കൂടി നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം കൈ വിടാതെ നന്നായിട്ട് ആ തേങ്ങയൊക്കെ അതിലേക്ക് പിടിച്ച് അതിൻ്റെ പച്ചപ്പൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കട്ടോ. തേങ്ങ ഇട്ടതിന് ശേഷം കുറച്ച് നേരം നമ്മൾ എന്തായാലും ഇത് ചൂട് പിടിക്കണം. തേങ്ങ നന്നായിട്ട് ചൂട് പിടിക്കുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മളെ ഉപ്പേരി ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വെളിച്ചെണ്ണ ഇനി വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ.
നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണ് ഇത്. തീരെ കയ്പ്പ് നമ്മൾ അറിയില്ല കേട്ടോ. കയ്പ്പാണെന്ന് നമുക്ക് വിശ്വസിക്കാനേ പറ്റില്ല. അത്രയും ടേസ്റ്റിൽ കയ്പ്പറിയാത്തൊരു ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ എന്തായാലും കയ്പ്പ് കിട്ടുമ്പോൾ ഇപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉപ്പേരി വെക്കാറുള്ളത് കേട്ടോ. അപ്പോൾ കുട്ടികളും കഴിക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.